ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലൊക്കെ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വീക്കെൻഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. സയൻ രാവിലെ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഒരു പ്ലേറ്റിൽ ചിക്കനും പിന്നെ ചപ്പാത്തിയും കൂടി കഴിക്കാൻ കേട്ടോ സയൻ. തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാമെന്ന്, വൈകുന്നേരമാണ് ഫംഗ്ഷൻ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. തൃശ്ശൂരാണുള്ളത്. അപ്പോൾ ഇതുവരെ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയൊക്കെ പോകുന്നുണ്ട്. കസിൻ ബ്രദറിൻ്റെ ആട്ടോ റിസപ്ഷൻ. പിന്നെ കുഞ്ഞു ബേബിയൊക്കെ ആയിട്ട് പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചൊന്നും എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സോയുടെ ഫസ്റ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫസ്റ്റ് കുട്ടികളെ ഉണ്ട് റെഡിയാക്കി നിർത്താറ്. ഞാൻ ജയനെ ഫസ്റ്റ് റെഡിയാക്കും, അതിനുശേഷം പിന്നെ ജോലി റെഡിയാക്കും, അതിന് ശേഷമാണ് ഞാൻ റെഡി ആവാറുള്ളൂ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്കാണ്, ഉമ്മയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകില്ലായിരുന്നു കേട്ടോ. കാരണം ഇത്രയും കുഞ്ഞ് ബേബിനെയും കൊണ്ട് പോകണം, പിന്നെ രണ്ടുപേരെ മാനേജ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോകില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും പോകാൻ തീരുമാനിച്ചത്. പിന്നെ പോകുന്ന വഴിക്ക് ഷവർമ മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് വണ്ടിയിൽ വന്നിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ അതിനുശേഷം ഓർഡർ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം ഞങ്ങൾ ഇറങ്ങിയത് ഒരു 5 മണിക്കാണ് കേട്ടോ. പിന്നെ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്കും ഒരു 7 മണി 7:30 ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ അത്രയും നേരം വിശന്നിരിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഷവർമ വാങ്ങിച്ചത് കേട്ടോ. ഷവർമ എനിക്ക് പണ്ടൊന്നും തീരെ ഇഷ്ടമുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വാങ്ങിച്ച് ഓരോ ബൈറ്റ് കഴിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കേട്ടോ. അൽത്താസ് എന്നാണ് ഷവർമ വാങ്ങിക്കാറുള്ളത് കേട്ടോ. അവിടുത്തെ ഷവർമ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇവിടെ നിന്നും ഈ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ മഴ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം അങ്കമാലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നല്ല ഒരുവിധം ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. തൃശ്ശൂരായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മയും വാപ്പയും അനിയനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയിട്ട് ഒരുപാട് റിലേറ്റീവ്സിനൊക്കെ കണ്ട് സംസാരിച്ചു. അതിന് തിരക്കിൽ നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ വെച്ചിട്ട് കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പറഞ്ഞു വീഡിയോസൊക്കെ കാണാറുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്, താങ്ക് യു സോ മച്ച്. ഞങ്ങളൊക്കെ വീഡിയോ കാണാറുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോ ഇടാനൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഉമ്മയും വാപ്പയും കൂടി ഫുഡ് കഴിക്കാൻ പോയേക്കണായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം കഴിച്ചു. ആ സമയത്ത് ഉമ്മ ജോയിൻ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. ഇപ്പോൾ ഉമ്മയും വാപ്പയും കഴിക്കാൻ പോയേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വീട്ടിലെത്തി. അപ്പോൾ സയാന് വേണ്ടിയിട്ട് ഉമ്മ കോയിൻ ഇട്ട് വെക്കൂലേ, അതിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സയാൻ്റെ കയ്യിൽ കേട്ടോ. ഞാനും ചെറുതായിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ കാശി കുടിക്കൽ പൈസ ഇട്ട് വെച്ച് നമ്മൾ വയ്ക്കൂലേ, അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്, സൺഡേ രാവിലെ. അപ്പോൾ അന്ന് സയൻ കാറൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സയനും പപ്പയും കൂടിയിട്ട്. അങ്ങനെ അപ്പോൾ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം, പത്തിരി, പിന്നെ മുട്ടക്കറി കേട്ടോ. പത്തിരി സയന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പത്തിരി കഴിച്ച് കഴിഞ്ഞാൽ കിൻഡർ ജോയ് തരാമെന്നെന്തോ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് സയൻ ഒരു പത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പത്തിരി കഴിച്ചതിന് ശേഷം കിൻഡർ ജോയ്, അതിൽ ചോക്ലേറ്റ് ഇഷ്ടമല്ല, പക്ഷേ ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ കുഴപ്പമില്ല, ഈസിയാണ്. പക്ഷേ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം അത് ഉണ്ടാക്കിയതിന് ശേഷം അത്രയും തട്ടൊക്കെ വാഷ് ചെയ്യണം, അതൊക്കെ ഭയങ്കര മടിയായിട്ട് തോന്നും. പത്തിരി ആകുമ്പോൾ നമുക്ക് പിന്നെയും എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, പത്തിരിയാണോ ഇടിയപ്പമാണോ ഈസി ആയിട്ട് തോന്നാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ കിൻഡർ ജോയിയുടെ ടോയ് ആയിട്ട് കിട്ടിയത് ബാറ്റ്മാൻ്റെ വാച്ചാണ് കേട്ടോ. അതിൽ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുത്ത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വലിയ സംഭവമായിട്ടുള്ള ടോയൊന്നും ഇല്ല, പക്ഷേ കുട്ടികൾക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും. അപ്പോൾ പിന്നെ അവർ പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അത്ര തന്നെ. അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തോന്നും, അത്ര തന്നെ. എപ്പോഴൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ.
പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് വാപ്പാടെ അനിയൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ആദ്യം സോയിനെ എടുത്തിട്ടുണ്ട്. സോയിനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെന്താ, അപ്പോൾ സുന്നുമായിട്ട് സയാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്താൽ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു പച്ചപ്പിൽ ഇങ്ങനെ വെള്ളം വീണ് നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഏറ്റവും അടുത്തുള്ളൊരു വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വാട്ടർഫോൾസിലേക്ക് ഇറങ്ങാൻ വേണ്ടി 2-3 വഴിയുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും കാറിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കാറ് കുറച്ച് ദൂരെ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ട്. അങ്ങനെ സയാൻ എടുത്തിട്ട് ഹസ്ബൻഡ് നടക്കുവാണ്. പിന്നെന്താ, അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിൻ്റെ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ് പുല്ലിൽ നിൽക്കല്ലേ കേട്ടോ. फोटो में देखिए एक मिनट क्या स्माइल करे. कौन सा पत्थर है देखे 2 3 ഒന്നും കൂടെ ഇടോ.
ഇവിടെ ഒരുപാട് മീനുണ്ട് കേട്ടോ. കാലിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഒരുപാട് നല്ലപോലെ ഇക്കിളേ വന്നിട്ടുണ്ട് കേട്ടോ. ഫോണിന് ചില വെള്ളം ഭയങ്കര കട്ടിയായിരിക്കും. എങ്ങനെ നീന്താലും നീങ്ങില്ല, ടയർഡാവും. നമ്മളത് പഠിക്കാൻ പോലും എല്ലാരും കയറണ ജയാൻ. അത്ര എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ വെള്ളത്തിൽ കയറ്റുമ്പോൾ നമുക്ക് അറിയാം അവൻ എൻജോയ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും റെഡ് വെൽവെറ്റിൻ്റെ ക്യാമലിയുടെ ഐസ്ക്രീം കേട്ടോ. അത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തന്നപ്പോൾ അതിൻ്റെ ഒരു കോൺ ഐസ്ക്രീമും പിന്നെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മന്തി വാങ്ങിക്കാൻ കയറിയതാട്ടോ. ലഞ്ചിനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ മന്തി കഴിക്കാൻ കേട്ടോ. ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുളത്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ സൈൻ അതിന് വേണ്ടിയിട്ട് മീൻ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് 2 ചെറിയ ബക്കറ്റൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളതാ കുളത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മഴയില്ല. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതിട്ടാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും സൈൻ ബക്കറ്റൊക്കെ പിടിച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് പിള്ളേർ ഇങ്ങനെ നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ. നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ കുറച്ചിരുന്നപ്പോഴത്തേക്കും ഭയങ്കര നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് വേഗം കാറി കയറി ഇനിതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. മഴ പെയ്തതുകൊണ്ട് മീനൊന്നും പിടിക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചു. വീട്ടിൽ വാപ്പയുടെ അനിയനും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് വരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്